Sadiq Ali Sihab of UDF, brothers and sisters, friends from the press, I'd like to welcome all of you here. Thank you for coming to listen to me. ഏറ്റവും സ്നേഹധന്യരായ നേതാക്കളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർമ്മനിരതരായ സാരഥികളെ, വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തികളെ, അഭിമന്യരായി ശബ്ദം ശ്രവിക്കുന്നതിന് ഇവിടെ എത്തിയ സ്നേഹ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. For the last 5 years, we are fighting the ideology of Mr. Narendra Modi and the RSS. RSSന്റെയും നരേന്ദ്രമോദിയുടെയും വ്യത്യസ്തമായ ആശയധാരകളോട് പോരാടുകയാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ. And the thinking behind the ideology is that only one perspective, one idea, one person should rule this country. ഒരാശയം, ഒരൊറ്റ ചിന്ത, ഒരു സങ്കല്പം, ഒരു വ്യക്തി ആശയം കൊണ്ട് രാജ്യത്തെ കീഴടക്കുക എന്ന സങ്കല്പത്തെയാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. And over the last 5 years, I have traveled across the country, been to South India, Kerala, Karnataka, Andhra, Northeast, West, North, and I've got a feeling that there is a sentiment in the country that there are multiple voices, multiple ideas, multiple languages. കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയുടെ അഷ്ടദിക്കുകളിൽ ഞാൻ യാത്ര ചെയ്തു. തെക്കും വടക്കും വിശദമായി രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളോട് ഞാൻ സംവദിച്ചു. എനിക്ക് അനുഭവപ്പെട്ട ഒരു യാഥാർത്ഥ്യം, ഇവിടെ വൈവിധ്യമാണ്, വ്യത്യസ്തമായ ധാരയും കാഴ്ചപ്പാടുകളും ആശയ സങ്കല്പങ്ങളും ഈ നാട്ടിലുണ്ട് എന്നെനിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ച യാഥാർത്ഥ്യമാണ്. I come to Kerala, I go to Tamil Nadu, and I get the feeling, people tell me that why is the RSS trying to impose their view on us? ഞാൻ തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം യാത്ര ചെയ്തപ്പോ എനിക്ക് അനുഭവപ്പെട്ട ഒരു പൊതുവായ ചിന്ത, എന്തിനാണ് RSSും BJPയും നരേന്ദ്രമോദിയും ഒരാശയത്തെ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? Is Malayali or Tamil any less important than other languages in the country? എന്ത് പ്രത്യേകതയാണ് മലയാളിയെയും തമിഴിനെയും മാത്രം അങ്ങനെ ഒരു പ്രത്യേക ഭാഷ എന്ന രീതിയിൽ അങ്ങനെ മാറ്റിക്കാണുവാൻ എന്ത് വ്യത്യസ്തതയാണുള്ളത്? Is our history not as important as the history propagated by Mr. Narendra Modi? നമ്മുടെ ചരിത്രമാണ് പ്രധാനം, അല്ലാതെ നരേന്ദ്രമോദി പ്രചരിപ്പിക്കുന്ന ചരിത്രമല്ല. So I thought that it's important for me to not only represent Amethi but also to represent the voice of South India. ഈ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഉത്തരേന്ത്യയുടെ ചിന്തകൾ മാത്രമല്ല, ഈ സൗത്ത് ഇന്ത്യയുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അതിനെ പ്രതിനിധീകരിക്കുക, പ്രതീകവൽക്കരിക്കുക എന്നതൊരു ധർമ്മമായി ഞാൻ മനസ്സിലാക്കുന്നു. I wanted to give the southern states the feeling that you are as important as anybody else in this country. ഈ രാജ്യത്തിലെ സൗത്ത് ഇന്ത്യയിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഈ രാജ്യത്തിലെ മറ്റു ദേശങ്ങളിലുള്ളവർക്കുള്ള അതേ പ്രാധാന്യം ഈ നാട്ടുകാർക്കുമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Your voice is no less important than anybody else's in this. നിങ്ങളുടെ ശബ്ദങ്ങൾ, നിങ്ങളുടെ സ്വരങ്ങൾ മറ്റൊരിടത്തെക്കാളും ചെറുതല്ല, അനൽപമല്ല, പ്രാധാന്യമേറിയതാണ്. Your language is no less important than any other language. നിങ്ങളുടെ ഭാഷ മറ്റു ഭാഷകളെക്കാൾ താഴെയുള്ളതല്ല, അവമതിയുള്ളതല്ല, പ്രാധാന്യമേറിയതാണ്. And your feelings are no less important than the feelings of anybody else. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെക്കാൾ താഴെയുള്ളതല്ല, അതും വിലയേറിയതാണ്. അഭിപ്രായ ആളുകൾ അറിയപ്പെടേണ്ടതാണ്. And once I decided to fight an election from South India, automatically I realized that Wayanad was the best place to fight from. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ജനവിധി തേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോ മറ്റൊരു തവണ ആലോചിക്കാതെ എനിക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞു, വയനാടാണ് അതിന് അത്യുത്തമമായ പ്രദേശമെന്ന്. Because it represents many different ideas, many different cultures. വ്യത്യസ്ത സംസ്കാരങ്ങളെ, വൈവിധ്യ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന അനുഗ്രഹീത മണ്ണാണ് ഈ വയനാട്. Almost all communities can be found in this beautiful place. വ്യത്യസ്തമായ സമുദായങ്ങളെ, സമൂഹങ്ങളെ, വിചാരങ്ങളെ ഈ നാട്ടിൽ നിങ്ങൾക്ക് കാണാമെന്നതേറെ പ്രത്യേകതയുള്ളതാണ്. But what is more important is the way the communities live with each other. എങ്ങനെയാണ് ഒരു സമൂഹം ജീവിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. Kerala is an example
of peaceful coexistence. സമാധാനപൂർണമായ സഹവർത്തിത്വത്തിന്റെ ഉത്തമ മാതൃക ഏതെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതില്ല, കേരളമാണ് അതിനുത്തമമായ മാതൃക. And I don't say this lightly. I don't say this lightly. ഇത് നിസ്സാരമായ ഒരു വിഷയമല്ല. There is a lot that the rest of the country can learn from Kerala and Wayanad. ഇതര രാജ്യത്തിന്റെ ഇതര ദിക്കുകളിലുള്ളവർക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ ഏറെയുണ്ട് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ നിന്ന്. You have your own ideas, your own way of looking at the world, but you respect the ideas of other people as much as you respect your own. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങളുണ്ട്, നിങ്ങളുടെ ചിന്തകളുണ്ട്, നിങ്ങളുടെ മതവിശ്വാസങ്ങളുണ്ട്, നിങ്ങളുടെ വികാരങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം മറ്റുള്ളവരെ എങ്ങനെ ആദരിക്കണം, ബഹുമാനിക്കണം, പരിഗണിക്കണം എന്ന സംസ്കാരവും നിങ്ങൾക്കുണ്ട്. You are polite and you are respectful. നിങ്ങൾ വിനയാന്വിതരാണ്, ആദരണീയ സ്വഭാവമുള്ളവരാണ്. You do not believe in violence and in crushing people who do not agree. തീവ്രത, സങ്കുചിതത്വം, സങ്കീർണത നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല. So that is why it is a huge honor for me to be standing here speaking to you. നിങ്ങളുടെ മുന്നിൽ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ അനൽപമായ ആത്മാഭിമാനമുണ്ട് എനിക്കെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I have not come here as a politician. ഒരു രാഷ്ട്രീയക്കാരനായല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. I have come here as a brother, as a son, as a friend. ഒരു രാഷ്ട്രീയക്കാരന്റെ രൂപത്തിലല്ല, നിങ്ങളുടെ ഒരു മകൻ, നിങ്ങളുടെ ഒരു സഹോദരൻ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന രൂപത്തിലാണ് പ്രിയരെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കുന്നത്. And I have not come here to explain to you what I understand. ഞാൻ മനസ്സിലാക്കിയ വിശേഷങ്ങളും വിചാരങ്ങളും നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ വരവിന്റെ ലക്ഷ്യം. I have come to understand what is in your heart. എന്റേത് പറയുക എന്നതിനേക്കാൾ നിങ്ങളുടേത് അറിയുക എന്നതാണ് എനിക്ക് പ്രധാനമെന്ന് ഞാൻ പറയുകയാണ്. And not just what is in the heart of one person, but what is in the heart of every single person in this constituency. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചിന്തയുടെ അവരുടെ ഹൃദയാന്തരങ്ങളിലെ ചിന്തകൾ അന്വേഷിക്കലല്ല, ഈ നാട്ടിലെ ശതകോടി വരുന്ന മനുഷ്യരുടെ വികാരങ്ങൾ അറിയലാണ് എന്റെ ലക്ഷ്യം. ഞാനത് സ്നേഹപൂർവ്വം പങ്കുവെക്കുകയാണ്. I want to understand deeply what your issues are. നിങ്ങളുടെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. I want to understand it not by reading books or by reading history, but by talking to you. നിങ്ങളുടെ കഥകൾ അറിയാൻ, നിങ്ങളുടെ വിഷയങ്ങൾ അറിയാൻ, സങ്കടങ്ങൾ അറിയാൻ, ആവലാതികൾ അറിയാൻ പുസ്തകങ്ങളും ചരിത്രവും വായിച്ചിരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് വരാനാണ്, നിങ്ങളെ കേൾക്കാനാണ്. I want to understand from you the difficulties that you face. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയണം, നിങ്ങളിൽ നിന്ന് കേൾക്കണം എന്നതാണ് എന്റെ ഹൃദയത്തിന്റെ താല്പര്യം. I want to understand from you what it feels like not to have medical facilities right where you live. നിങ്ങൾക്ക് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ വാല്യൂസ് പോലെ, ആശയധാരകൾ പോലെ, നിങ്ങളുടെ സൗകര്യങ്ങളെ കുറിച്ച്, സംവിധാനങ്ങളെ കുറിച്ച് എന്തെല്ലാം പ്രതിസന്ധികൾ എല്ലാം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. And then I want to work with you to try and bring those medical facilities here for you. നിങ്ങൾക്ക് എവിടെയൊക്കെ കുറവുകളുണ്ടോ ആ പരിമിതികൾ പരിഹരിച്ച് നിങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ, നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുള്ള വൈകാരിക താല്പര്യമാണ് എന്റെ ഉള്ളിലുള്ളത്. And I understand that there are complex problems here. ഇവിടെ ഏതെങ്കിലും ഒരു സങ്കീർണമായ പ്രയാസ നിബന്ധിതമായ പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയേണ്ടതുണ്ട്. There is the problem of man-animal conflict. ഇവിടെ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷമായ സാഹചര്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. There is the contest between development and environment. യഥാർത്ഥത്തിൽ പ്രകൃതിയും പുരോഗതിയും തമ്മിലുള്ള വ്യത്യസ്തമായ സംഘട്ടനമാണത്. But I am a person who believes in finding solutions. പക്ഷേ അതങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയില്ല. ഞാനൊരു നേതാവ് എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ അതൊരു പ്രശ്നമായി കാണുന്നതിന് പകരം അതിന് പരിഹാരം കണ്ടെത്തലാണ് എനിക്ക് ഏറ്റവും പ്രധാനമായുള്ളത്. And I don't believe in imposing solutions from on top. നിങ്ങളുടെ മുകളിൽ എന്തെങ്കിലും അടിച്ചേൽപ്പിച്ച് ഇത് സ്വീകരിച്ചോളണം എന്ന പരിഹാരമല്ല ഞാൻ വിശ്വസിക്കുന്നത്. I believe in the wisdom and intellect of our people, and I am absolutely convinced that solutions can come from our people. ഞാൻ ഉദാത്തമായി വിശ്വസിക്കുന്നു പരിഹാരം ഞങ്ങളിൽ നിന്നല്ല, ബുദ്ധിജീവികളായ, ചിന്തകരായ, ആലോചനാമൃതമായ കാഴ്ചപ്പാടുകളുള്ള നിങ്ങളിൽ നിന്ന് വരും പ്രായോഗികമായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. So I have come here, as I said, not as a politician who's going to tell you what to do or what I think.
വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നതിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷമണിഞ്ഞല്ല ഞാൻ എത്തിയിരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I am not here to tell you my man ki baat. എന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ മൻ കി ബാത്ത് പറഞ്ഞിരിക്കാനല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. I am here to understand what is inside your heart, inside your soul. നിങ്ങളുടെ ആത്മാവിനുള്ളിൽ, നിങ്ങളുടെ ഹൃദയാന്തരങ്ങൾക്കുള്ളിൽ, നിങ്ങളുടെ വിചാര വികാരങ്ങളിൽ എന്തുണ്ടെന്നറിയുക മാത്രമാണ് എന്റെ അറിവിന്റെ പ്രഥമ ഗണനീയമായ ലക്ഷ്യം. And I want you to feel, as I said, that I am your brother, your son or your friend. വാക്കുകളിലല്ല, എനിക്ക് അനുഭവപ്പെടണം ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, നിങ്ങളുടെ മകനാണ്, നിങ്ങളിൽ ഒരാളാണെന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ എനിക്ക് കഴിയണം. But I also want you to realize and understand that your way of life, your culture, the way you treat each other is a very, very valuable thing for India. നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങൾ ഇതര മനുഷ്യരോട് ഇടപഴകുന്ന സമ്പർക്ക വ്യവഹാര സംസ്കാരങ്ങൾ എല്ലാം എനിക്കെങ്ങനെയെന്ന് അറിയണമെന്ന്, അടുത്തിടപഴകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. And I wanted to send a message to the rest of the country that there is a place called Wayanad where everybody lives happily together peacefully. പ്രിയമുള്ളവരെ, ഞാൻ ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യത്തിലെ സകല ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു ദേശമുണ്ട്, വയനാട് എന്നൊരു ദേശം. സ്നേഹപൂർവ്വം, സമാധാനപൂർവ്വം, കാരുണ്യപൂർവ്വം, സഹിഷ്ണുതയോടെ ജീവിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അത് വയനാടാണെന്ന് ലോകത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. There is a place called Wayanad where people work together peacefully to solve their problems. വയനാട് ഒരു ഉത്തമ പ്രദേശമാണ്. ജനങ്ങൾ സ്നേഹത്തോടെ അധിവസിക്കുന്നു, സൗഹൃദത്തോടെ ജോലി ചെയ്യുന്നു, സമാശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു, സമാദരവോടെ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഒരു ദേശത്തെ ഈ രാജ്യത്തിലുടനീളം എനിക്ക് പരിചയപ്പെടുത്തണം. And it is the love and affection and the spirit of Kerala and Wayanad that is going to show Mr. Narendra Modi exactly what this country is about. പ്രിയപ്പെട്ടവരെ, ഇതൊരു വികാരമാണ്, ഇതൊരു ചിന്തയാണ്, ഇതൊരു ദേശത്തിന്റെ ധർമ്മ പോരാട്ടമാണ്. നരേന്ദ്രമോദി അറിയണം ഇതാണ് രാജ്യമെന്ന്, ഇതാണ് രാജ്യത്തിൽ ഉണ്ടാവേണ്ടതെന്ന്. ഈ വികാരമാണ് ലോകം അറിയേണ്ടതെന്ന്. I'm also aware that you have a travel ban over here at night. നിങ്ങൾക്ക് യാത്രാ നിരോധനമുണ്ട് എന്നതിനെ കുറിച്ചും എനിക്ക് ധാരണയുണ്ട്. And I understand the difficulty it causes people. നിങ്ങൾ അത് കാരണം അനുഭവിക്കുന്ന പലവിധ പ്രതിസന്ധികളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. And I commit to working with you to resolving this problem as soon as possible. ഇതിൽ നിങ്ങളോടൊപ്പം ചേർന്ന്, നിങ്ങളുടെ കൂടെ നിന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങളോടൊപ്പം വാക്ക് നൽകുകയാണ്. But I will be honest with you. I am not like the Prime Minister of India. ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയല്ല ഞാനെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. I will not come here and tell you I will give you 2 crore jobs. I will give 15 lakh rupees in every bank account. I will give farmers whatever they want. I will not come here and lie to you. ഞാൻ നരേന്ദ്രമോദിയെ പോലെ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് ജനങ്ങളോട് നിങ്ങൾക്ക് ഞാൻ 2 കോടി തരാം, 2 കോടി ജോലി തരാം, 15 ലക്ഷം ബാങ്ക് അക്കൗണ്ടിൽ തരാം, വ്യാജ വാഗ്ദാനങ്ങൾ കൊണ്ട് ആളുകളെ കാണാൻ വരുന്നൊരു വ്യക്തിയല്ല ഞാനെന്ന് പറയാൻ സ്നേഹപൂർവ്വം ആഗ്രഹിക്കുകയാണ്. Because I respect your intelligence. കാരണം ഇവിടെ ഏറ്റവും മൂല്യവത്തമായി കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. Because I respect your wisdom and your understanding. നിങ്ങളുടെ വികാരം, നിങ്ങളുടെ വിവേകം ഞാൻ ആദരിച്ചേ മതിയാകൂ. And I don't want to have a relationship of a couple of months with you. ഏതെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഏതെങ്കിലും കുറഞ്ഞ നാളുകളുടെ ബന്ധമല്ല, അങ്ങനെ പിരിയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ദീർഘനാളുകളുടെ ബന്ധം. I want to have a lifelong relationship with you. പ്രിയരെ, ഏതെങ്കിലും കുറഞ്ഞ നാളുകളിലേക്ക് ഒരു കാലത്തേക്കല്ല ഞാൻ വന്നത്, ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാനാണ്. I want the sisters of Wayanad to say he is like my brother. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന സഹോദരികളോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. I want the mothers and fathers to say he is like my son. പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള സഹോദരി സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മകനാണ് ഞാൻ. And that type of relationship cannot be built on lies. അതുകൊണ്ട് ആ ബന്ധങ്ങൾ ഇഴപിരിച്ച് തീർത്ത് കളയാൻ കഴിയില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് മകനും സഹോദരനും ജീവിതകാലം മുഴുവൻ തുടരേണ്ടതാണ്. It has to be built on truth. അത് സത്യസന്ധമാണ്.
So I'd like to conclude by saying, it is an honor for me to come and represent your voice. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. പറയാതെ വയ്യ, ഇതെനിക്ക് ആദരവാണ്. ഈ നാട്ടിൽ വരികയും നിങ്ങൾക്കിടയിൽ മത്സരിക്കുകയും ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അംഗീകാരമായി ഞാൻ കാണുകയാണ്. You are not only the voice of Wayanad. You are not only the voice of Kerala. You are the voice of India. നിങ്ങൾ ഈ വയനാട് ദേശത്തിന്റെ ശബ്ദമല്ല, നിങ്ങൾ ഈ കേരള ദേശത്തിന്റെ ശബ്ദമല്ല, ഈ മഹാഭാരതത്തിന്റെ ശബ്ദമാണ് ഈ നാട്ടുകാർ എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. So I'd like to thank everybody, and doesn't matter which party you're from. I'd like to thank everybody for allowing me to represent your voice. നിങ്ങളുടെ ദേശം, നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ പാർട്ടി അല്ല, നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ പ്രതിനിധീകരിക്കാൻ എനിക്കൊരു അവസരം തന്നതിൽ. Thank you very much. Jai Hind. നന്ദിയുണ്ട്. ജയ് ഹിന്ദ്.